കോൾ മീ ബൈ യുവർ നെയിം, ഐ വിൽ കോൾ യു ബൈ മൈൻ. ഞാൻ പറയാൻ പോകുന്ന ഈ സിനിമ കണ്ടു തീരുന്ന ഏതൊരാളുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്ന വരികളാണിത്. ഒലിവർ എലിയോയുടെ അടുത്ത് പറയുന്ന വരികൾ. ലൂക്ക ഗാർഡിനോ സംവിധാനം ചെയ്ത് 2017 പുറത്തിറങ്ങിയ കോൾ മീ ബൈ യുവർ നെയിം പ്രണയത്തെയും വിരഹത്തെയും അത്രമേൽ മനോഹരമായും തീവ്രമായും അടയാളപ്പെടുത്തിയ ഒരു സിനിമയാണ്. ആൻഡ്രിയ എസിമാൻ്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 1983 ഇറ്റലിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. പീച്ച് മരങ്ങളും ഓറഞ്ചും വളരുന്ന നാട്ടിൽ പുരാവസ്തു ഗവേഷകരായ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ജീവിക്കുകയാണ് 17 വയസ്സുള്ള എലിയോ. എലിയോയുടെ അച്ഛൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാളായ ഒലിവർ അച്ഛനെ സഹായിക്കാനായി അമേരിക്കയിൽ നിന്ന് എത്തുന്നതോടെ എലിയോയുടെ ജീവിതം മാറുന്നു. 6 ആഴ്ചകളുടെ ചെറിയ ഇടവേളയിലാണ് ഒലിവർ എത്തുന്നത്. അവർക്കിടയിൽ മുട്ടിടുന്ന പ്രണയവും ആ പ്രണയം അവരെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്നതുമാണ് സിനിമ പറയുന്നത്. എല്ലാ വഴികളിലൂടെയും എലിയോ ഒലിവറിനെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം അകറ്റാൻ ശ്രമിക്കുന്നെങ്കിലും പിന്നീട് അടുപ്പിക്കാനും ഒലിവറും ശ്രമിക്കുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുമ്പോൾ അവരിരുവരും തമ്മിൽ സൂക്ഷിക്കുന്ന ഒരു കരാറാണ് സത്യത്തിൽ കോൾ മീ ബൈ യുവർ നെയിം എന്ന വാചകം. ഏലിയോയെ ഒലിവർ എന്നും ഒലിവറിനെ ഏലിയോ എന്നും വിളിക്കണമെന്നാണ് അതിനർത്ഥം. ഒടുവിൽ ഒഴിവാക്കാനാവാത്ത യാത്ര പറച്ചിൽ നടത്തി ഒലിവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നു. അവരുടെ നേരിട്ടുള്ള ബന്ധം അവസാനിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം ഒരു ശൈത്യകാലത്ത് ഒലിവർ എലിയോയെ ഫോണിൽ വിളിച്ച് താൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വാർത്ത അറിയിക്കുന്നു. 1980-കളിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ സ്വത്ത് പ്രതിസന്ധികളും സിനിമയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ സിനിമയിൽ ഏലിയോയുടെ മാതാപിതാക്കൾ വളരെയധികം പുരോഗമന ചിന്താഗതിക്കാരാണ്. മകൻ്റെ മാറ്റങ്ങളും ഒലിവറുമായുള്ള അവൻ്റെ അടുപ്പവും അവർ തിരിച്ചറിയുമ്പോഴും അവർ അതിനെ എതിർക്കുന്നില്ല. പകരം ഏലിയോയ്ക്ക് ആവശ്യമായ വൈകാരിക പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരമൊരു ബന്ധത്തെക്കുറിച്ച് അമേരിക്കയിലുള്ള തൻ്റെ പിതാവ് അറിഞ്ഞാൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാകും തനിക്ക് പോകേണ്ടി വരിക എന്ന് ഒലിവർ പറയുന്നുണ്ട്. ഒലിവർ എപ്പോഴും തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് അവസാനം ഒലിവർ മറ്റൊരു കല്യാണം കഴിക്കുന്നതും. ഏലിയോ ആയി അഭിനയിക്കുന്നത് തിമോത്തി ശാലമീൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മികച്ച നടനുള്ള ആ വർഷത്തെ ഓസ്കാർ നാമനിർദ്ദേശവും ആ വർഷം അഭിനയത്തിന് നേടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കോൾ മീ ബൈ യുവർ നെയിം വെറും ഒരു പ്രണയകഥ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തി തൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്താൻ ഭയപ്പെടുന്ന, ലോകം അതിനെ എങ്ങനെ കാണുന്നു എന്ന് ആകുലപ്പെടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ്.